ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ വ്ളോഗ്സ്. എൻ്റെ പേര് അപർണ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി മുട്ടക്കുറുമയാണ്. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പുട്ടിനും നൈസ് പത്തിരിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലോ ഏത് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ കറികൾക്ക്. അതുകൊണ്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോഴാണ് നമ്മളെ കറികൾക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇതായി ആ വെളുത്തുള്ളീൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മതിയാകും. ഒരുപാട് ചേർത്താൽ നമ്മളെ കറിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് മതിയാകും. ഇതിനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ഞാൻ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. ഇതിന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഈ പെരിഞ്ജീരകത്തിൻ്റെ ആ ഒരു മണമൊക്കെ ഫ്ലേവറൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചോട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ അവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീ ഒന്ന് നന്നായി കുറച്ച് വെച്ചിട്ട് ഇനി നമ്മൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. തീ കുറച്ച് വെക്കുന്നത് നമ്മൾ മസാലയൊക്കെ കരിഞ്ഞു പോകാണ്ടിരിക്കാനാണ്. ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ ഞാൻ മുളക് പൊടി ഇടുന്നില്ല. നിങ്ങൾക്ക് ഇടുന്നുണ്ടെങ്കിൽ ഒരിത്തിരി ചേർത്ത് കൊടുക്കാം. ഒരുപാട് മുളക് പൊടി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറിപ്പോകും. അപ്പോൾ തീ ഒന്ന് കുറച്ചിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ തീ കുറച്ചിട്ട് തന്നെയാണുള്ളത്. സിമ്മിൽ തന്നെ ഇട്ടിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ മസാലേൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പം ഞാനിനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു തേങ്ങ മുഴുവനായി എടുത്തിട്ടില്ല. ഒരു മുറിയും ഒരു ഇത്തിരിയും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കൊരു 4 ആൾക്ക് കഴിക്കാൻ അത് മതിയാവും. അപ്പോൾ നിങ്ങൾക്കധികം വേണമെങ്കിൽ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുക്കാം. 4 ആൾക്ക് കഴിക്കാനൊക്കെ ഇത് മതിയാവും. അപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ഇതിനിയൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി കലക്കി ഒഴിച്ചതാണ്. ഇത് കട്ടിക്ക് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അതിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇത്തിരി കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവി എത്ര വേണോ
അതിനനുസരിച്ച് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില പിന്നെ പറയണ്ടല്ലോ, പ്രത്യേക ഒരു രുചി കൊടുക്കും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കോഴിമുട്ട പുഴുങ്ങി വെച്ചത് ഓരോന്നായി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു നല്ല ടേസ്റ്റി മുട്ടക്കുറുമയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പൊറോട്ടേൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും നൈസ് പത്തിരി എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.